നമ്മൾ മലയാളത്തിൽ മിക്കപ്പോഴും പറയാറുള്ള വാചകങ്ങളാണ് നിനക്കെന്നെ വിളിക്കാമായിരുന്നു, നീ കൂടുതൽ പഠിക്കണമായിരുന്നു. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. പറയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് പേരാണ് കുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ്. നമുക്കതിനെ ചുരുക്കി കുഡ് ഹാവ് ഷുഡ് ഹാവ് എന്ന് പറയാം. ഐ വിൽ എന്നതിന് നമ്മൾ ഐൽ എന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാറില്ലേ, അതുപോലെ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുഡ് ഹാവിനും ഷുഡ് ഹാവിനും ശേഷം എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വരുന്നത്. അതാണ് അവിടെ V3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം നമുക്ക് കാണാം. ഗോ, വെൻറ്റ്, ഗോൺ, കം, കെയിം, കം, റൈറ്റ്, റോട്ട്, റിട്ടൺ, കട്ട്, 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 ബൈ, ബോട്ട്, ബോട്ട്, ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, റീഡ്, റെഡ്, റെഡ്. ഇതിൽ മൂന്നാമത് എഴുതിയിരിക്കുന്ന ഗോൺ, കം, റിട്ടൺ, കട്ട്, ബ്രോട്ട്, ബോട്ട്, ബ്രോട്ട്, റെഡ് ഇതൊക്കെ ആയിരിക്കും കുഡ് ഹാവിനും ഷുഡ് ഹാവിനും ശേഷം വരുന്നത്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. കുഡ് ഹാവ് ഉപയോഗിക്കുന്നത് ഒരു പാസ്റ്റ് പോസിബിലിറ്റി പറയാനായിട്ടും ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ ഓർ അഡ്വൈസ് പറയാനുമായിട്ടാണ്. ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു കടമ, അഡ്വൈസ് എന്ന് പറയുമ്പോൾ എന്നൊരു ഉപദേശം. നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ആക്ച്വലി വിളിച്ചിട്ടില്ല അല്ലേ, അതൊരു പാസ്റ്റ് പോസിബിലിറ്റിയാണ്. പണ്ട് സാധിക്കുമായിരുന്നു പക്ഷേ ചെയ്തില്ല, പാസ്റ്റിൽ സാധിക്കുമായിരുന്നു. ഇനി നീ കൂടുതൽ പഠിക്കണമായിരുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു അഡ്വൈസ് ആണല്ലേ. അതായത് അതിനർത്ഥം എന്താ, തുപ്പ തോറ്റുപോയി, അപ്പം എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ ജയിച്ചില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവാണ്, മുന്നേ പഠിക്കണമായിരുന്നു. നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് എങ്ങനെ പറയാം? യു കുഡ് ഹാവ് കോൾഡ് മീ. ഇവിടെ കോൾ എന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോമായ കോൾഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീ കൂടുതൽ പഠിക്കണമായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ്? യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ. ഇവിടെ സ്റ്റഡി എന്ന വെർബിൻ്റെ ക്രിയയുടെ മൂന്നാമത്തെ ഫോമായ സ്റ്റഡീഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുഡ് ഹാവിനും ഷുഡ് ഹാവിനും ശേഷം വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വന്നിരിക്കുന്നു. ഒന്നാമത് പറയുന്നത് എന്താണ്? സാധിക്കുമായിരുന്നു, വിളിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ വിളിച്ചില്ല എന്നാണ് മീനിങ്. കൂടുതൽ പഠിക്കണമായിരുന്നു എന്ന് ഉള്ളതിൻ്റെ മീനിങ് എന്താണ്? പഠിച്ചില്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളതാണല്ലേ ഇതിൻ്റെ റിസൾട്ട്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോകാൻ കഴിയുമായിരുന്നു. വി കുഡ് ഹാവ് ഈറ്റൻ ഡിന്നർ ടുഗദർ. നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ കഴിയുമായിരുന്നു. യു ഷുഡ് ഹാവ് ബ്രോട്ട് ആൻ അംബ്രല്ല. ഒരു കുട എടുക്കാനായിട്ട് നീ ഒരു കുട എടുക്കണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ലോക്ക് ദ ഡോർ. അവൻ ഡോറ് ലോക്ക് ചെയ്യണമായിരുന്നു. ക്ലിയർ ആയെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.